ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഗാസയിൽ ഇതുവരെ 500 മെഡിക്കൽ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിലുടനീളം മരിച്ച മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ കണക്ക് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ഈ വംശഹത്യയിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ആശുപത്രികളിൽ ഉണ്ടായിരുന്ന രോഗികളും കൊല്ലപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആശുപത്രി ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രികളുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായി ഈ റിപ്പോർട്ടുകളിൽ പറയുന്നു. 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയുടെ ആരോഗ്യ മേഖലയിൽ ഇസ്രായേൽ ഇതുവരെ 443 ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ അറിയിച്ചിരുന്നു. ഈ മാസം 2 ലോകാരോഗ്യ സംഘടന ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇസ്രയേലിൻ്റെ വംശഹത്യ യുദ്ധത്തെ തുടർന്ന് ഇതുവരെ 30,034 സാധാരണക്കാരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. 78,000-ൽ പരം ആളുകൾക്ക് ഈ യുദ്ധത്തിൽ മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥരെയും ആരോഗ്യ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉടനെ കൈക്കൊള്ളാൻ മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള ആശുപത്രികളിൽ 3 ദിവസത്തെ ഇന്ധനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതായത് അവിടുത്തെ എല്ലാ സേവനങ്ങളും ഉടൻ തന്നെ നിലച്ചേക്കാം എന്നാണ് കഴിഞ്ഞ ആഴ്ച വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് ഗബ്രിയോസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. തെക്കൻ ഗാസയിലെ ഭീകരമായ മാനുഷിക സാഹചര്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട അദ്ദേഹം ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെ അപലപിക്കുകയും ചെയ്തിരുന്നു. റാഫ നഗരത്തിനും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തി അടയ്ക്കുമെന്ന ഇസ്രായേൽ തീരുമാനത്തെ എതിർത്ത അദ്ദേഹം അതിർത്തി അടക്കുന്നത് മാനുഷിക സഹായം എത്തിക്കാനുള്ള മറ്റ് രാജ്യങ്ങളുടെ തീരുമാനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നും കൂട്ടിച്ചേർത്തിരുന്നു.